പാഠം 426 ഒരു പായസമുണ്ടാക്കിയ കഥ. ഹമേ ചായ. ഹമേ ചായ. നല്ല ചായ. ഈ ഒരു കാര്യത്തിൽ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, കോടതിയിൽ കേസ് വാദിക്കുമ്പോഴും എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അത് നീ പറയുന്നതല്ലേ, ഞാൻ കണ്ടിട്ടില്ല. എന്റെ അനുഭവത്തിൽ നിനക്ക് ശരിക്കറിയാവുന്ന ഒരു കാര്യം നല്ല ചായ ഉണ്ടാക്കാൻ മാത്രമാണ്. ആ ഒരൊറ്റ കാര്യം ഓർത്താണ് പലപ്പോഴും നിന്റെ അഹങ്കാരം ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നത്. അത് കൊള്ളാലോ. അങ്ങനെ ഒരു ഉപകാരം എന്നെ കൊണ്ടുള്ളൂ എങ്കിൽ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് നല്ലൊരു ചായടിക്കാരനെ വെച്ചാ പോരെ. പക്ഷെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കാശ് കൊടുക്കണം. ഞാനാവുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരും, ഷർട്ട് മുണ്ട് വലക്കി തേച്ച് തരും, വീട് വൃത്തിയാക്കും. ഇതൊന്നും പോരാഞ്ഞ് ജോലി ചെയ്ത് 10 കാശ് ഉണ്ടാക്കി തരും. എന്നെ എങ്ങാനും പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടം വില്ലേജ് ഓഫീസർ കാണേ. അങ്ങനെ നീ പേടിപ്പിക്കുന്നു വേണ്ട. വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന് ഈ നാട്ടിലൊരു വിലയുണ്ട്. നീ ഇവിടെ ഇല്ലെങ്കിലും ആളുകൾ ക്യൂ നിൽക്കും എന്നെ സഹായിക്കാൻ. എന്നെ അത്രയ്ക്ക് ബഹുമാനമല്ലേ ഈ നാട്ടുകാർക്ക്. സാറേ, ഉത്തമനാണല്ലോ. ഈ ഉത്തമൻ ഒരാൾ മതി എന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ. അല്ലാതെ നിന്നെ കണ്ടുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. മോഹനേട്ട സാറേ, ആ വിളിയിലൊരു പന്തികേടുണ്ടല്ലോ മോഹനേട്ടാ. എന്താ പ്രശ്നം? പന്തികേടോ? എനിക്ക് തോന്നില്ല. എനിക്ക് പക്ഷെ തോന്നി. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. സാറ് ഇന്നലെ രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ചായ കുടിച്ചോ? ഇന്നലെ രാവിലെ ഞാനും ഭാമിയും തമ്മിലൊരു തർക്കം ഉണ്ടായി. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്. സംഭവം എന്താണെന്ന് വെച്ചാ, സംഭവം എന്തോ ആയിക്കോട്ടെ, എനിക്ക് കാപ്പി വേണ്ട, ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് സാർ ഇവിടെ നിന്ന് ഇറങ്ങി. അതെ. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ സാറ് ചെല്ലുമ്പോ കിഴക്കേലെ ഗോവിന്ദൻകുട്ടി അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ ഗോവിന്ദൻകുട്ടിയോട് സാർ എന്താ പറഞ്ഞത്? ഞാൻ ഗോവിന്ദൻകുട്ടിയോട് എന്ത് പറഞ്ഞു? ഉൽപ്പലാക്ഷൻ ചേട്ടനെ പറ്റി വല്ലതും പറഞ്ഞോ? ഉൽപ്പലാക്ഷൻ ചേട്ടനെ പറ്റി എന്താ വക്കീലേ, ഇന്നലെ രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ സാറ് ചായ കുടിക്കാൻ കയറി. കിഴക്കേലെ ഗോവിന്ദൻകുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഗോവിന്ദൻകുട്ടി സാറിനോട് ചോദിച്ചു, മോഹനേരി സാറേ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ വീട്ടിലെ താമസമൊക്കെ എങ്ങനെയുണ്ട് എന്ന്. ഉടനെ സാറ് പറഞ്ഞു, ആദ്യമൊക്കെ ഉൽപ്പലാക്ഷൻ ചേട്ടൻ കാര്യമന്വേഷിച്ച് വീട്ടിലൊക്കെ വരുമായിരുന്നു. അയാളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ സാറും വക്കീലും കൂടെ ഉൽപ്പലാക്ഷൻ ചേട്ടനെ പിടിച്ചൊരു വിരട്ടിന്ന്. പേടിച്ച് വിറച്ച ഉൽപ്പലാക്ഷൻ ചേട്ടൻ വാലിൽ തീ പിടിച്ച് ജീവനും കൊണ്ട് ഓടിയെന്ന്. ഇനി മേലിൽ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഈ വീട്ടിൽ വരുന്ന പ്രശ്നമേ ഇല്ലെന്നും വന്നാൽ വിവരമറിയും എന്ന്. അല്ലേ? അത്രയ്ക്കൊന്നും ഞാൻ പറഞ്ഞില്ല. അത്രയും പറഞ്ഞെന്നാണ് ഗോവിന്ദൻകുട്ടി ഉൽപ്പലാക്ഷൻ ചേട്ടനോട് പറഞ്ഞത്. ഗോവിന്ദൻ ഉൽപ്പലാക്ഷൻ ചേട്ടനോട് പറഞ്ഞോ? പറഞ്ഞു. ഇന്നലെ വൈകിട്ട് ചായക്കടയുടെ പുറകിലിരുന്ന് ഗോവിന്ദൻകുട്ടിയും ഉൽപ്പലാക്ഷൻ ചേട്ടനും കൂടെ സ്മോള് അടിക്കുന്നതിന്റെ ഇടയിലാണ് ഗോവിന്ദൻകുട്ടി ഈ വിഷയം എടുത്തിട്ടത്. ഉൽപ്പലാക്ഷൻ ചേട്ടനെ സാറിന് ഒരു ബഹുമാനമില്ലെന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞതോടെ ഉൽപ്പലാക്ഷൻ ചേട്ടൻ പെട്ടെന്ന് വയലന്റ് ആയി. ഓഹോ, എങ്കിൽ പിന്നെ ഉൽപ്പലാക്ഷനാണോ മോഹനകൃഷ്ണനാണോ വലിയ ആള് എന്ന് കാണിച്ചു തരാം. വാടകക്കാരനെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഉൽപ്പലാക്ഷൻ ചേട്ടനെ അറിയാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരൊറ്റ പോക്ക്. ഈ ഉൽപ്പലാക്ഷൻ ചേട്ടനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. വെട്ടൊന്ന് മുറി 2 ഇതാണ് പ്രകൃതം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഉൽപ്പലാക്ഷൻ ചേട്ടൻ മോഹനേഷ സാറിനെ ഇവിടെ നിന്ന് ഇറക്കാനുള്ള വഴി നോക്കും. ഫോൺ എടുക്കുന്നില്ലേ?
പോയെടുക്ക്. എന്തായാലും എനിക്കായിരിക്കില്ല, മോഹനോട് തന്നെ പോയെടുക്ക്. ഹലോ, മോഹനകൃഷ്ണൻ സാറല്ലേ? അതെ, ആരാണ്? ഞാനാണ് ഉത്പലാക്ഷൻ. സാർ ആഫീസിലേക്ക് ഇറങ്ങാൻ നേരമായോ? ആ, ഞാൻ ഇറങ്ങാൻ പോകുന്നു. എന്താ ഉൽപ്പലാക്ഷൻ ചേട്ടാ? ഞാൻ സാറിനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ വന്നിട്ട് പോയാ മതി. അത് പറ്റില്ല, എനിക്ക് നേരത്തെ പോണം. അരമണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ എത്തും. ഞാൻ വന്നിട്ട് പോയാ മതി. മതിയല്ലേ? എങ്കിൽ പിന്നെ അത് മതി. ശരി. അല്ല, ഹലോ, ഉത്തമൻ പറഞ്ഞതുപോലെ തന്നെ. ഇനി എന്താ ചെയ്യാ? വഴിയുണ്ട്. സംഗതി പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇറങ്ങിയേ പറ്റൂ. ഭാമേ, ഷർട്ട് കൊണ്ട് തേച്ചോക്ക്. ഞാൻ ചാപ്പി കായക്കടന്ന് കുടിച്ചോളാം. അല്ല, ചായക്കടന്ന് കഴിച്ചോളാം. ബാംഗ്ലൂരോട്ട്. മോഹനോട് ഒരു ആഫീസ് പോയിട്ട് എന്താ കാര്യം? ഒരു മാസത്തിനുള്ളിൽ ഇവിടെ ഇറങ്ങാനുള്ള നോട്ടീസുമായിട്ടായിരിക്കും വരുന്നത്. ഞാൻ ഇവിടെ നിന്ന് അത് വാങ്ങേണ്ടി വരില്ലേ? മോഹനേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ നോട്ടീസ് എന്റെ കയ്യിൽ തരില്ലേ? എന്നാ പിന്നെ ഷർട്ട് മുന്നോട്ട് നീ ഇറങ്ങുന്നതോ? നമുക്ക് ഇറങ്ങാൻ വേഗം. അയ്യോ, അപ്പൊ ഉൽപ്പലാക്ഷനായിട്ട് വൈകിട്ടും വരില്ലേ? നമുക്ക് രാത്രിയായിട്ട് ഉൽപ്പലാക്ഷനായിട്ട് രാത്രി വന്നാലോ? മോഹനേട്ടാ, ഒളിച്ചോടി കൊണ്ട് ഈ പ്രശ്നം തീരില്ല. വീട്ടുടമസ്ഥനെ കാണാതെ വാടകക്കാരന് എത്ര നാൾ ഒളിച്ചു നടക്കാൻ പറ്റും? സാറേ, ആ ശബ്ദം കേട്ടിട്ട് എങ്ങനെയുണ്ട്? യേശുദാസിനെ പോലുണ്ട്. അയ്യോ, ഒരു വലിയ പ്രശ്നം വരുമ്പോ ശബ്ദം നോക്കിയല്ലോ പറയാൻ പറ്റുമോ? അത് ശരിയാ. ഇത് വലിയ പ്രശ്നം, നീ എന്തെങ്കിലും ചെയ്യും. ഒക്കെ മോഹനേട്ടന്റെ ഭാഗത്തെ കുഴപ്പം. ചായക്കട പോയിരുന്ന ആളാവ നോക്കിയതല്ലേ? കഴിഞ്ഞു. ഇതിപ്പോ രക്ഷപ്പെടാനുള്ള ഒരു വഴി പറയൂ. വഴിയൊക്കെ ഉണ്ട്. കുറച്ച് കാശ് മുടക്കേണ്ടി വരും. കാശ് മുടക്കുന്ന പരിപാടി വേണ്ട. നീ പറ. എന്താണ് ഒരുപാട് കാശൊന്നും മുടക്കണ്ട. ഒരു 50 രൂപ മതി. അതെ, 50 എന്ന് പറഞ്ഞാ 50,000. 50 രൂപ എന്ന് പറഞ്ഞാൽ 50 രൂപ. 50 രൂപയോ? ശരി, മുടക്കാം. എന്താ വഴി? കഴിഞ്ഞ തവണ ഉൽപ്പലാക്ഷൻ ചേട്ടൻ വന്നപ്പോ ഇവിടെ ഉണ്ടാക്കി വെച്ച പായസം ഞാൻ കൊടുത്തത് ഓർമ്മയുണ്ടോ? ഒറ്റയടിക്ക് 3 ഗ്ലാസ് പായസമല്ലോ ചേട്ടൻ അകത്താക്കിട്ടങ്ങ് പോയത്. അതുകൊണ്ട് ഉത്തമൻ വേഗം പോയി ഒരു പാക്കറ്റ് പായസം മിക്സ് വാങ്ങിച്ചോണ്ടുവാ. ഞാൻ അതുകൊണ്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കുന്നു. ഉൽപ്പലാക്ഷൻ ചേട്ടൻ വന്ന് കയറുന്ന പാടെ ഒരു ഗ്ലാസ് പായസം കൊടുക്കുന്നു. അങ്ങേരെ അത് കുടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ അങ്ങേരെ സോപ്പിട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നു. അങ്ങനെ തീരുവോ? എന്റെ കൈപ്പണത്തെ പറ്റി മോഹനോട് തന്നെ കുറച്ച് മുന്നേ പറഞ്ഞല്ലേ ഉള്ളൂ. നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മിക്കവാറും നടക്കും. അതുകൊണ്ടല്ലേ രാഷ്ട്ര തലവന്മാരൊക്കെ ഈ അത്താഴ വിരുന്നിടയ്ക്ക് ചർച്ച വെക്കുന്നത്. ഈ ഉൽപ്പലാക്ഷ ചേട്ടൻ ഏത് രാഷ്ട്രത്തിന്റെ തലവനാണ്? ഉത്തമ, പോയിട്ട് പെട്ടെന്നൊരു പായസം മിക്സ് വാങ്ങിച്ചോണ്ട് വാ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. മോഹനേട്ടൻ, ഇവിടെ മോഹനേട്ടൻ ഉണ്ടാക്കിയൊരു പ്രശ്നം സത്യഭാമയുടെ ബുദ്ധി കൊണ്ട് പരിഹരിക്കുന്ന എങ്ങനെയാണെന്ന് മോഹനേട്ടൻ കണ്ടോളൂ. ഉൽപ്പലാക്ഷൻ ചേട്ടൻ വരട്ടെ. എങ്ങോട്ടാ ഉൽപ്പലാക്ഷൻ ചേട്ടാ രാവിലെ? മോഹനകൃഷ്ണൻ സാറിനെ ഒന്ന് കാണണം. എന്ത് പറ്റി? വാടക കിട്ടാനുള്ള ദിവസമായോ? ഇത് വാടകയുടെ പ്രശ്നമല്ല, അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. എന്റെ മോഹനേട്ടാ, ഇങ്ങനെ ബെരുകി നടക്കുന്നല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? ഭാമ, ഇത് നീ വിചാരിക്കുന്നില്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ. അയാൾ ഭയങ്കര പ്രശ്നക്കാരനാ. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. മാത്രമല്ല, മോഹനേട്ടൻ അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഒരാളൊരു കാര്യം ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞു. അതെങ്ങനെ ഇത്ര വലിയ തെറ്റാവണേ? ധൈര്യമായിട്ടിരിക്കേ. ഉത്തമൻ നിങ്ങൾ വന്നോട്ടെ. ഈ പ്രശ്നം ഞാൻ തീർത്തരാം. ഈ പ്രശ്നം പായസത്തിൽ തീരില്ല ബഹമേ. നമുക്ക് നോക്കാലോ. പായസത്തിൽ തീർന്നില്ലെങ്കിൽ വേറെ വഴി നമുക്ക് അപ്പൊ കണ്ടുപിടിക്കാം. ഉത്തമം വന്നു. ഞാൻ പായസം ഉണ്ടാക്കാനുള്ള വഴിയൊന്നും നോക്കട്ടെ. അതിനിടയിൽ ഒരു പ്ലാഷേട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വഴക്കുണ്ടാക്കാതെ ഒരു 5 മിനിറ്റ് മോഹനേട്ടൻ ഒന്ന് സോപ്പിട്ട് നിർത്തിക്കൊള്ളാം. സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വക്കീലിന്റെ കൈപുണ്യോ പിന്നെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് ഒരുപാട് കാര്യമുണ്ട്. പിന്നെ എന്തായാലും ഉൽപ്പലാക്ഷ ചേട്ടൻ നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാലും 1 മാസത്തെ സമയം കിട്ടുമല്ലോ. അതിനിടയിൽ ഞാൻ പുതിയ വീട് അന്വേഷിക്കണോ അതോ നിങ്ങളുടെ പഴയ വാടകക്കാരെ വേറെ എവിടെയെങ്കിലും മാറ്റിയിട്ട് അങ്ങോട്ട് മാറണോ?
ഉത്തമനെ ഏൽപ്പിച്ച ജോലി തീർന്നല്ലോ. ഇനിയുള്ള കാര്യം ഞാൻ ചെയ്തോളാം. ഉത്തമ ചെല്ല്. സാറെവിടെ? സാർ അകത്ത് വെരുക നടക്കുന്ന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒന്നും കാര്യമില്ലെന്ന് പറഞ്ഞ സാറ് കേൾക്കണ്ടേ? അപ്പൊ പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ ഇന്ന് ഇറങ്ങുന്നു. ഓ എന്തായി? ഒരു 10 മിനിറ്റ്. ഉൽപ്പലാക്ഷ ചേട്ടാ ഇപ്പൊ എത്തും. അത് പായസത്തോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പായസം ഉണ്ടായി വരണമെങ്കിൽ അതിനുള്ള സമയം വേണം. ഒന്ന് സമാധാനമായിട്ട് നിൽക്കി. ഇത് ഞാനിപ്പോ ശരിയാക്കി തരാം. മോനേഷൻ സാറേ, അത് ഉൽപ്പലാക്ഷ ചേട്ടൻ ശബ്ദമല്ലേ? മോനേഷൻ സാറേ, അത് ഉൽപ്പലാക്ഷ ചേട്ടൻ തന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? മോഹനേട്ടൻ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു തുടങ്ങ്. അപ്പോഴേക്ക് ഞാനിത് റെഡിയാക്കാം. നീ ആദ്യം പോയാ മതി. ഞാൻ പോയിട്ടുണ്ട്. പായസം ആരും നോക്ക് മോഹനേട്ടാ. മോഹനേട്ടനെ കൊല്ലാൻ വന്നൊന്നല്ലോ ഉൽപ്രാക്ഷ ചേട്ടൻ. ചെല്ല്. അയാൾ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുന്നേ അങ്ങോട്ട് ചെല്ലുന്നതാണ് നല്ലത്. ആയിരിക്കും. ചെല്ല്. ശരി. നമസ്കാരം ഉൽപ്രാക്ഷ ചേട്ടാ. ഞാൻ ചേട്ടൻ വരുന്നത് കേട്ടെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് ദിവസമായല്ലോ ചേട്ടനെ കണ്ടിട്ടെന്ന് കരുതി ഇന്നലെയും കൂടി ആ സ്വപ്നത്തിൽ ചോദിച്ചതേ ഉള്ളൂ, പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഉൽപ്പലാക്ഷ ചേട്ടന്റെ വീട്ടിലേക്ക് അങ്ങ് വന്നാലൊന്നും കൂടി ആലോചിച്ചതാണ്. ഉൽപ്പലാക്ഷ ചേട്ടന്റെ വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്ക് സുഖം തന്നെയല്ലേ? ഈ മഴക്കാലമായതുകൊണ്ട് ആരോഗ്യമൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് സൂക്ഷിക്കണം. പനിയോ ജലദോഷം വന്ന ഡോക്ടറെ കാണുകയാണ് വേണ്ടത്. ഞാൻ പറയട്ടെ, വീട്ടുടമസ്ഥന്റെ ആരോഗ്യമാണല്ലോ ഒരു വാടകക്കാരന്റെ സന്തോഷം. ഉൽപ്പലാക്ഷ ചേട്ടൻ വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ ഭാമ അടുക്കളയെ ഓടിപ്പോയി പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉൽപ്പലാക്ഷ ചേട്ടൻ 3 ഗ്ലാസ് പായസം കുടിച്ച കാര്യം ഭാമ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ മോനേഷൻ സാർ ഇന്നലെ രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയി. ഞാനോ? എനിക്ക് ചായക്കടയിലെ ചായ ഇഷ്ടമല്ല. മോനേഷൻ സാർ പോയി എന്ന് എനിക്കറിയാം. അവിടെ വെച്ച് ഗോവിന്ദനെ കാണുകയും ചെയ്തു. ഗോവിന്ദനാ? ഏത് ഗോവിന്ദൻ? ഓ, ഗോവിന്ദൻ. ഗോവിന്ദനെ കണ്ടു തോന്നുന്നു. എന്താ ഗോവിന്ദ കാര്യം? അല്ല പറഞ്ഞു. അല്ല, എന്താ ഉൽപ്പലാക്ഷ ചേട്ടാ കാര്യം? പറഞ്ഞോളൂ. കാര്യം ഞാൻ പറയാം. അത് ഉൽപ്പലാക്ഷ ചേട്ടാ, ആ കാര്യമൊക്കെ പിന്നെ പറയാം. ഉൽപ്പലാക്ഷ ചേട്ടൻ ആദ്യം പായസം ഒന്ന് കുടിച്ചു നോക്കി. ഉൽപ്പലാക്ഷ ചേട്ടൻ വരുന്നുണ്ടെന്ന് മോഹനേട്ടൻ പറഞ്ഞ ഉടനെ ഞാൻ പെട്ടെന്നുണ്ടാക്കിയ പായസം കുടിച്ചോ 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 കുടിച്ചോ. ഇനിയുണ്ട്, ഇനിയുണ്ട്. ആഹാ, നല്ല അസല് പായസം.
എന്തൊക്കെ പറഞ്ഞാലും സത്യഭാമയുടെ കൈപ്പുണ്യം. ഇത്രയും രുചിയുള്ള പായസം ഞാൻ എന്റെ ജന്മത്ത് കുടിച്ചിട്ടില്ല. ഇതെങ്ങനെ ഉണ്ടാക്കി? അതിന് ഞാനാണല്ലോ അവൾക്ക് ഈ പായസമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുപോലെയാണല്ലോ അവൾ എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പൊ മോഹനേഷൻ സാറിന് പായസം ഉണ്ടാക്കാനും അറിയാം. മോഹനേട്ടൻ അറിയാത്തായിട്ട് എന്താ ഉള്ളത്? സകലകല വല്ലഭനല്ലേ. ആ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. ഇന്നലെ വൈകുന്നേരം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് ഞാൻ ഗോവിന്ദനെ കണ്ടു. ഗോവിന്ദനാ പറഞ്ഞത് സാർ ഇന്നലെ അവിടെ ചെന്നിരുന്നുവെന്ന്. ചേട്ടന് മുഖത്ത് ആക്രാന്തം കണ്ടാൽ അറിയാം ചേട്ടന് ഒരു ഗ്ലാസ് പായസോടെ വേണമെന്ന്. അത് ചോദിക്കാൻ ചേട്ടന് മടി. എന്തിനാ ഉൽപ്രകാശ് ചേട്ടൻ ഇങ്ങനെ മടി കാണിക്കുന്നത്? ഇത് ചേട്ടന്റെ സ്വന്തം വീടല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ കൊള്ളാലോ. ചേട്ടൻ അങ്ങനെയാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. ഒരു ഗ്ലാസ് കൊണ്ടുവരാം. പായസം കുടിക്കണം, 2 ഗ്ലാസ്സിലും കുടിക്കണം. എന്റെ മോഹനേഷൻ സാറേ, സത്യം പറയാലോ, എന്റെ വീട്ടിലൊരു മരുമോളുണ്ട്. അവൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുവും നാവിൽ വെക്കാൻ കൊള്ളില്ല. അത് പറഞ്ഞാലോ എന്നോട് ദേഷ്യം. അല്ലെങ്കിലും അവക്ക് എന്നെ കണ്ടൂടാ, അഹങ്കാരി. ഇന്ന് രാവിലെ അവളൊരു ചായ ഉണ്ടാക്കി തന്നു. ഞാനത് കുടിച്ചിട്ട് ഛർദ്ദിച്ചില്ലെന്നേ ഉള്ളൂ. അവൾ എന്തൊക്കെയാ അതിൽ ചേർത്തിരിക്കുന്നെന്ന് ആർക്കറിയാം. പക്ഷേ എന്റെ ഭാമ ചായ ഉണ്ടാക്കുന്നത് ഭയങ്കര രുചിയാ. ഞാൻ ഒരു ദിവസം ഒരു 10-15 ചായയിൽ കുടിച്ചളയും. ഉൽപ്രകാശ് ചേട്ടൻ ചായ വേണോ? അയ്യോ വേണോ ചേട്ടൻ ഇപ്പോൾ ചായ കുടിക്കാം. ഒരു ചായ വേണ്ട. അതല്ല, ചായയുടെ പായസം കുടിക്കാം, പായസത്തിന്റെ ചായ കുടിക്കാം. വേണ്ട, ആദ്യം പായസം വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ഗോവിന്ദനെ കാണുമ്പോഴാണ് മോഹനകൃഷ്ണൻ സാർ സംസാരിച്ച കാര്യം അറിയുന്നത്. എന്റെ ഈ വീട്ടിൽ നിന്ന് മോഹനകൃഷ്ണൻ സാറിനെ മാറ്റാൻ എനിക്കൊരു അധികാരവും ഇല്ലെന്നും അങ്ങനെ വല്ലതും ഞാൻ ശ്രമിച്ചാൽ എന്നെ കോടതി കയറ്റുമെന്നും മോഹനകൃഷ്ണൻ സാറ് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. ഗോവിന്ദൻ ഇക്കാര്യം പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. പായസം കുടിക്കൂ. പായസം കുടിക്കാം, പക്ഷെ പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ അത് പിന്നെ മറന്നു പോകും. കേട്ടോ വക്കീലെ, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ ഇറക്കാൻ നോക്കിയെന്നും വക്കീലും സാറും കൂടി എന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അതും കേട്ട് ഞാൻ വാലും ചുരുട്ടി പോയെന്നുമാണ് മോഹനകൃഷ്ണൻ സാർ ഗോവിന്ദനോട് പറഞ്ഞത്. അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഗോവിന്ദൻ ഇതിൽ എന്താ കാര്യം? സാറേ, ഞാൻ വീട്ടുടമസ്ഥൻ, സാറ് വാടകക്കാരൻ. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിൽ ഗോവിന്ദൻ ഇടപെടേണ്ട കാര്യം എന്താ? സത്യം പറയാലോ സാറേ, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ കുറെ അലവിലാദികൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരാളാണ് ഈ ഗോവിന്ദൻ. ഗോവിന്ദൻ പറയുന്നത് കേട്ട് സാറ് വെറുതെ എന്നോട് പിണങ്ങരുത് എന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അതാ ഞാൻ രാവിലെ വന്നത്. അത് പറയാനാണോ വന്നത്? പിന്നല്ലാതെ. എന്തായാലും വീട്ടുടമസ്ഥൻ വരുന്നുവെന്ന് കേൾക്കുന്ന പാടെ ഇത്രയും രുചിയുള്ള പായസം ഉണ്ടാക്കി തരുന്ന വാടകക്കാരെ ബുദ്ധിയുള്ള ഏതെങ്കിലും വീട്ടുടമസ്ഥൻ ഇറക്കി വിടുവോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ കഴിയാം. എല്ലാരും ഉണ്ടായിരുന്നു. നല്ല പായസം. സത്യഭാമയ്ക്ക് ശല്യാവൂല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. അത് ചിലപ്പോ ശല്യാവും തോന്നുന്നു ഇല്ലേ? ഇനി ഉടനെ ഇങ്ങോട്ട് വരണ്ട. അതെ. എന്നാ വരത്തില്ല, തീർന്നില്ലേ പ്രശ്നം? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല, പോയില്ലേ? പായസം 1 ഗ്ലാസ് കൂടെ ഉണ്ടാവോ? ഇല്ല, തീർന്നു. 2 ഗ്ലാസ് ഉണ്ടാക്കിയോളൂ. അല്ലെങ്കിൽ ഒരുപാട് പായസം കുടിക്കുന്ന നല്ലതല്ല. നല്ല പ്രായമായില്ലേ? അപ്പൊ ഞാൻ വരട്ടെ. ഓ, ഇത്രേ ഉള്ളായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി ഇത്രേ കാണുള്ളൂ. നീ ഒരൊറ്റ ആളുകൾ എത്ര രൂപ പോയത്? അത് കൊള്ളാലോ. ഇനി എന്റെ മക്കിട്ട് കയറിക്കോ. ഇത്രയും നേരം വാലി തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടതാ. എന്റെ 50 രൂപ പിടിച്ചിട്ട് പോയി. ഹലോ. വക്കീലെ, ഞാനാണേ. എന്താ ഉത്തമ? വക്കീൽ പായസം ഉണ്ടാക്കിയായിരുന്ന? പിന്നെ പായസം ഉണ്ടാക്കുക മാത്രമല്ല, ഉൽപ്രാഷ് ചേട്ടൻ അതങ്ങ് പിടിച്ചു പോവുകയും ചെയ്തു. നിന്നിപ്പോ 2 ഗ്ലാസ് പായസമാണ് അകത്താക്കിയത്. വക്കീലെ, ഒരു ചെറിയ പ്രശ്നമുണ്ടോന്ന് എനിക്കൊരു സംശയം. ഒരു പ്രശ്നമില്ല ഉത്തമ. ഉണ്ടെന്നേ. പുഷ്കറിന്റെ ബേക്കറിയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ പായസ പാക്കറ്റ് ആയിരുന്നു അത്. അതിന്റെ കൂട്ടത്തുണ്ടായിരുന്ന 3 പാക്കറ്റ് ഇന്നലെ വിറ്റതേ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്ത് പ്രശ്നം? അതിൽ ഒരു പാക്കറ്റ് കൊണ്ടുപോയത് കോൾഡ് സ്റ്റോറേജിലെ പാപ്പച്ചനായിരുന്നേ. ഒരെണ്ണം കൊണ്ടുപോയത് PWDയിലെ അച്യുതൻ സാറ്.
ഒന്ന് നമ്മുടെ ചെരുപ്പ് കട നടത്തുന്ന വിനയ്. 3 പേരും അവരുടെ വീട്ടുകാരും വയറിളക്കം പിടിച്ച ആശുപത്രിയിലാണ്. അക്കൂട്ടത്തിലുണ്ടായിരുന്ന പാക്കറ്റാണ് അതും. ഹലോ വക്കീലെ, ഹലോ 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 വക്കീലെ, ഹലോ. സംഗതി കുഴഞ്ഞെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോ എന്തോ ചെയ്യും? പായസം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? കാഴ്ചയിലല്ലല്ലോ മോഹനയുടെ പ്രശ്നം. ഇത് കേടായ പായസം മിക്സ് ആയിരുന്നു. ചിലപ്പോ പാപ്പച്ചനും അച്ഛനും വിജയനും കൊണ്ടുപോയ പാക്കറ്റ് കേടായിരിക്കും. ഇതിന് കുഴപ്പമൊന്നും കാണില്ല. ഒന്ന് കുടിച്ചു നോക്കിയാലോ? അത് നിർബന്ധമാണോ? ഉൽപ്രാശനായിട്ട് കുടിച്ചല്ലേ, എന്നിടൊന്നും പറ്റില്ലല്ലോ. പറ്റില്ലോ എന്ന് ആർക്കറിയാം? ഉത്തമനാണല്ലോ, എന്തിനാ പിന്നെ വന്നത്? ആർക്കറിയാം? എന്തോത്തുമാ? എന്റെ പൊന്ന് സാറേ, ആ പായസ കിറ്റ് അല്പം പഴകിയതാണെന്ന് ഞാൻ വക്കീലിനോട് വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. വക്കീൽ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളത് കഴിച്ചില്ല. ആ പക്ഷേ ഉൽപ്പലാക്ഷ ചേട്ടൻ കഴിച്ചു. പക്ഷേ ഉൽപ്പലാക്ഷ പ്രശ്നമൊന്നുമില്ലാതെ പോയത് അല്ലേ എന്നാരാണ് പറഞ്ഞത്? എന്റെ സാറേ, ഉൽപ്പലാക്ഷ ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിലം തൊടാതെയാണ് പാഞ്ഞു ഓടിയത്. ഒടുവിൽ പുത്തമ്പുരയിലെ രാജീവിന്റെ പറമ്പിലിറങ്ങി കാര്യം സാധിച്ചേനെ. ചീത്തവിളി കയ്യാങ്കളി ഒക്കെ ആയി. ഉൽപ്പലാക്ഷേട്ടൻ ഇപ്പൊ ഇവിടെ ഉണ്ട്. സംഗതി ആകെ വഷളായി. സർക്കാർ ആശുപത്രിയിൽ ട്രിപ്പിട്ട് കിടപ്പുണ്ട്. ചത്തുപോകാത്തത് ഭാഗ്യം. ഈ പായസത്തിന്റെ കുഴപ്പമാണെന്ന് ഉൽപ്പലാക്ഷ ചേട്ടന് മനസ്സിലായോ? അതല്ലേ രസം. ഈ ഉൽപ്പലാക്ഷ ചേട്ടന്റെ മകന്റെ ഭാര്യയുമായിട്ട് എന്നും മുടിഞ്ഞ വഴക്കാണ്. ഇന്ന് രാവിലെ അവള് കൊടുത്ത ചായയിൽ എന്തോ ചേർത്തെന്നാണ് ഉൽപ്പലാക്ഷൻ ചേട്ടൻ പറയുന്നത്. വക്കീലിന് സംശയമേ ഇല്ല. പിന്നെ ഈ കാര്യം പുറത്തങ്ങനെ അറിയണ്ട. ശരിയെന്നാ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടല്ലേ മോനട്ടാ? ഉൽപ്പലാക്ഷൻ ചേട്ടൻ രക്ഷപ്പെട്ടില്ലല്ലോ. നമ്മൾ മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ. ഞാനുണ്ടാക്കിയൊരു പ്രശ്നം നിന്റെ ബുദ്ധി ഉപയോഗിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോ അത് ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഒന്നും. പാവം ഉൽപ്പലാശൻ ഒരു നല്ല വാക്ക് പറയാൻ വന്നതാണ്. പക്ഷേ വരാൻ പോകുന്ന അപകടം സങ്കല്പിച്ചുണ്ടാക്കി മോഹനകൃഷ്ണനും അപകടത്തിന് പരിഹാരമായി പായസമുണ്ടാക്കി സത്യഭാമയും അതിബുദ്ധി കാണിച്ചപ്പോൾ അനുഭവിച്ചത് പാവം ഉൽപ്പലാശനാണ്. ഉൽപ്പലാശന് ആരോഗ്യം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട. കാര്യം നിസാരം തുടരുന്നു.